അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ 2 പാള, വീട്ടിൽ വീണ 2 പാള ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതെന്താ ചെയ്യുക, ആദ്യം ഈ 2 പാളകളും ഒരേപോലെ വെക്കുക. ഇതാ ഇങ്ങനെ ഒരുമിച്ച് കണ്ടല്ലേ, നമുക്ക് ഒരേപോലെ മുറിച്ചെടുക്കണം. അതിന് കൃത്യമായ ഒരു അളവൊന്നുമില്ല, എന്നാലും ഒരു ഏകദേശം വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നതായിരുന്നു. ആദ്യം ഇപ്പുറത്തെ സൈഡ് വരെ നമുക്ക് 2 കൂടി വെച്ച് മുറിക്കാം. നമ്മുടെ കത്തി നല്ല സൂപ്പർ കത്തിയായതുകൊണ്ട് നന്നായിട്ട് മുറിക്കാൻ പറ്റുന്നുണ്ട്. പാളയല്ല, പാളൊക്കെ നല്ല കട്ടിയുണ്ട്. കത്തിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് മുറിക്കാൻ അറിയാൻ പാടില്ലെന്ന് അറിയാൻ പാടില്ല. ഇനി നമുക്ക് ഈ പാള ഇതാ 2 ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കുക. ക്രോസ് ആയിട്ട് വെച്ചതിന് ശേഷം ഇനി നമുക്കൊരു ഏകദേശം ഒരു മടക്ക് നമ്മൾ ഇങ്ങനെ എടുക്കുക. ഇതിപ്പോൾ ഒരു ഇച്ചിരി 2 ദിവസം കിടന്ന പാളയാണ്, 2 ദിവസം കിടക്കാണ്. പക്ഷേ ഒരു പച്ചപ്പാളാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ചെയ്യാൻ എളുപ്പം. പച്ചപ്പാള കിട്ടിയില്ല, അത് മറ്റൊരു സത്യം. ഇനി നമുക്ക് ഇതിപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇതാ നിങ്ങൾ ഈ സൈഡ് നോക്ക്. നമുക്ക് ഈ സൈഡ് ഇത് കണ്ടില്ലേ, ഇത് തമ്മിൽ നമുക്ക് ഇതിൻ്റെ തന്നെ നാര് കൊണ്ട് നമുക്ക് കെട്ടിക്കൊള്ളണം. അപ്പോൾ അതിൻ്റെ നമുക്ക് നാരെടുക്കാം. ഈ പാളയിൽ നിന്ന് നമുക്കതെ ഒരു സാധാരണ വീട്ടിൽ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കണ്ടോ, ഇതിനെ ഇങ്ങനെ വള്ളി എടുത്ത് വെക്കാം. ഇത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കയ്യിൽ കയറാണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പാളയം തന്നെ നമ്മൾ ഇതുണ്ടോ ഒരു കീറായിട്ട് ഇങ്ങനെ കെട്ടാനായിട്ടൊരു വള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ നമുക്കൊരു ഹോള് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ഇവിടെയായിട്ട് കണ്ടത് ഇങ്ങനെ ഒരു ഹോളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാ ഈ ഹോളിലൂടെ കയറ്റി നമ്മൾ ഇത് തമ്മിൽ കെട്ടി വയ്ക്കാം. വലിയ ഇങ്ങനെ ഇതിൻ്റെ മേലിൽ ഭാഗത്തും താഴെയും നമുക്ക് കെട്ടാവുന്നതാണ്. എന്തുകൊണ്ടും നമ്മുടെ ഈ ഗ്രോ ബാഗ് പ്രകൃതിദത്തമാണ്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഇതാണ്. കാരണം ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഗ്രോ ബാഗ് 15 രൂപ മുതൽ 18 രൂപ ഉണ്ട് ചെറുതിന്. പിന്നെ അതിൻ്റെ തന്നെ വേറെ ഒരുപാട് വെറൈറ്റി ഉണ്ട്, അത് 80 രൂപ വരെയൊക്കെ വരുന്നുണ്ട്. ഇന്ന് നമ്മൾ എങ്ങനെയൊക്കെ വന്നാലും ഒരു 5 എണ്ണം ഒക്കെ വാങ്ങിക്കും, 5ഓ 10ഓ ഒക്കെ വാങ്ങിക്കും. ഈ ഇത്രയും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എത്ര ഏത്തപ്പഴം മേടിച്ചില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മണ്ണ് നിറക്കണം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുറച്ച് പയർ തൈകളാണ്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഈ ഗ്രോ ബാഗിലേക്ക് വയ്ക്കാം. സത്യത്തിൽ ഈ കവുങ്ങിൻ്റെ പാളയൊക്കെ ഇപ്പോൾ കിട്ടിയത് തന്നെ നമ്മുടെ വാപ്പയൊക്കെ ഇത് വെച്ച് പിടിപ്പിച്ചുകൊണ്ടാണ്. വീട്ടിലൊരു 100 കുപ്പിച്ചിട്ടുണ്ട്, 100 കവുങ്ങിൻ്റെ തൈകൾ വെച്ചായിരുന്നു. അത് ഈ പ്രത്യേക നിങ്ങൾ ഈ കാണുന്ന പോലെ ഇങ്ങനെ ഒരു ഇടവേള ഒരു 1.5 മീറ്റർ എന്തോ വെച്ചിട്ടാണ് വീട്ടിൽ ഈ സാധനം
നട്ടത്. അത് വീടിൻ്റെ ചുറ്റും നട്ടിട്ടുണ്ട്. അതെ ഇതുണ്ട്, നിങ്ങൾ കാണുന്ന പോലെ തന്നെ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇതുപോലെ സൈക്കിൾ ഓടിയ സമയത്ത് സൈക്കിൾ ഇങ്ങനെ ഓരോന്നിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് നടക്കും. അങ്ങനെ ഒരെണ്ണം ഒടിഞ്ഞു പോയി. എന്താ ചെയ്യേ? അന്നേ പാപ്പ പറഞ്ഞായിരുന്നു ഇതെനിക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടിയാണെന്ന്. അപ്പോൾ ഇതുപോലെ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ പ്രകൃതിക്ക് അനുയോജ്യമായ ഗ്രോ ബാഗുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.